ഇത് ഞാൻ ഭയങ്കര ടെൻഷൻ അടിച്ചാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണത്. എനിക്ക് ഈ മാസം അവസാനം ഒരു ട്രിപ്പ് ഉണ്ട്, പക്ഷേ ഡ്രസ്സ് ഒന്നും സെറ്റായിട്ടില്ല ഇടാനായിട്ട്. അപ്പോൾ നിങ്ങൾ വേണം എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഇതിലേത് പിക്ക് ചെയ്യണമെന്ന്. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഡ്രസ്സ്. ഇങ്ങനെ ഡ്രസ്സ് മോഡലിൽ തന്നെയുള്ളതാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ എലാസ്റ്റിക്കാണേ, കണ്ടോ? ഇങ്ങനെ എലാസ്റ്റിക്കാണ്. എനിക്ക് നെക്കൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇച്ചിരി വൈഡ് നെക്കാണെങ്കിൽ അത്ര രസമുള്ളൂ. കയ്യും കുഴപ്പമില്ല കേട്ടോ, വെച്ചാൽ അത്ര ടൈറ്റ് അല്ല. എനിക്ക് ഇവന് ഇവിടെ ഈ ടൈറ്റായിട്ടിരിക്കുന്ന കൈ എനിക്ക് തീരെ ഇഷ്ടമല്ല. എനിക്ക് ഭയങ്കര വേദന എടുക്കും, പ്രത്യേകിച്ച് ഇത് നമ്മളിങ്ങനെ ട്രിപ്പ് പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ എന്തായാലും ഒത്തിരി നടക്കാനുണ്ടാകുമ്പോൾ കംഫർട്ടബിൾ അല്ലെങ്കിൽ ഇത്തിരി പ്രശ്നമാണ്. ഇവിടെ ഇങ്ങനെ എലാസ്റ്റിക്കാണ്. ഈ ഡ്രസ്സുകളുടെയൊക്കെ പ്രശ്നം എന്നറിയോ, ഹെവി ബെസ്റ്റ് ഉള്ളവർക്ക് ഭയങ്കര പാടാണ്. അപ്പോൾ അത് തന്നെ ഉണ്ടോ, എനിക്കിങ്ങനെ ഒരു ഇച്ചിരി കംഫർട്ടബിലിറ്റി കുറവുള്ള പോലെ ഉണ്ട്. ഇതിങ്ങനെ കയറിപ്പോയി കഴിഞ്ഞാൽ കണ്ടത് ഇങ്ങനെ ഇരിക്കുക. നമ്മളെപ്പോഴെപ്പോഴും ഇതിങ്ങനെ പിടിച്ച് താഴ്ത്തി ഇടണം. പക്ഷേ ഈ കളറ് നല്ല രസമുണ്ട് കേട്ടോ. ക്യാമറയിൽ എത്ര കണ്ട് അറിയണ്ടെന്ന് അറിയില്ല. ഞാൻ അങ്ങനെ റിംഗ് ലൈറ്റൊന്നും വെച്ചിട്ടില്ല, നോർമലായിട്ടുള്ള നമുക്കൊരു ഞാൻ നോർമലി ഇങ്ങനെ ഡ്രസ്സ് ചെയ്തിട്ട് എൻ്റെ സിസ്റ്ററിനെയൊക്കെ കാണിക്കണ പോലെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നിങ്ങൾ പറയും എങ്ങനെയുണ്ട് എന്നുള്ളത്. ഇതൊരു ഓപ്ഷനായിട്ട് വയ്ക്കാവുന്നതാണ്, പക്ഷെ ഭയങ്കര നോർമലല്ലേ. എങ്ങനെയുണ്ട് നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയട്ടോ. നമുക്കിതൊരു ഓപ്ഷനായിട്ട് വയ്ക്കാം. ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല, ഭയങ്കര നോർമലു ആയിപ്പോയി. നെക്സ്റ്റ് അടുത്ത ഡ്രസ്സ് ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്ന വൈറ്റ് കളറിൽ ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സാണ്. കണ്ട ഭയങ്കര രസമില്ല, ഇങ്ങനെ ഒരു നല്ല ഇങ്ങനത്തെ ക്യൂട്ടായിട്ടുള്ള കുഞ്ഞി കൈയൊക്കെ ആയിട്ട്. പക്ഷെ പ്രശ്നം ഇതെനിക്ക് ഭയങ്കര ഡീപ്പാണ്, കണ്ടോ? ഭയങ്കര ഡീപ്പാണ്. പക്ഷെ ഇത് കാണാനായിട്ട് ഭയങ്കര ക്യൂട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ എന്നെ പോലത്തെ കേറിയ ക്ലീവേജ് അല്ലാന്നുണ്ടെങ്കിൽ, നോർമൽ ക്ലീവേജ് ആണെങ്കിൽ ഇത് നല്ല ക്യൂട്ടായിരിക്കും. പക്ഷേ എനിക്ക് ഇച്ചിരി കയറിയതായതുകൊണ്ട് ഇത്രയൊക്കെ ഭയങ്കര ഡീപ്പ്. അത് അത്ര ഡീപ്പിനൊക്കെ അല്ല, പക്ഷേ ഇതിൻ്റെ പ്രശ്നം കാരണം ഇത് ഭയങ്കര ഡീപ്പാണ് എനിക്ക്. ഇത് നിങ്ങളാരെങ്കിലും ഇങ്ങനെ ബീച്ച് വെക്കേഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കും കേട്ടോ. ഡ്രസ്സ് നല്ല കംഫർട്ടബിൾ ആയിടാൻ. പിന്നെ ഞാൻ ഇതിൻ്റെ മുൻവശം മാത്രമേ കണ്ടുള്ളൂന്നുള്ളൂ. പിറകുവശം ഇതേപോലെ, പക്ഷെ ക്യൂട്ടായിട്ടുണ്ടല്ലേ കാണാനായിട്ടോടാ. ക്യൂട്ടായിട്ടുണ്ട് ബാക്കിൽ നിന്നൊക്കെ കാണാൻ. അടുത്ത ഔട്ട്ഫിറ്റ് ഇതാണ്ട് ഈ ഒരു വൈറ്റ് ആൻഡ് ഗ്രീൻ കളറിൽ വരുന്ന ഇതൊരു മാക്സി ഡ്രസ്സാണ്. നല്ല ഇറക്കുണ്ട്. ഇത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കൈ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇങ്ങനത്തെ കണ്ട ക്യൂട്ടായിട്ടുള്ള കൈയല്ലേ, കൈ രസമുണ്ട്. കഴുത്തുമൊക്കെ വലിയ കുഴപ്പമില്ല. പക്ഷേ ഈ സാധനമാണ് എനിക്ക് പ്രശ്നം. അയ്യോ, ഇതെന്താണ് പ്രശ്നം എന്നറിയോ ഇതിൻ്റെ? ഇത് നമ്മൾ ഇപ്പം ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ കുഴപ്പമില്ല. നമ്മൾ കുറച്ച് നേരം ഇങ്ങനെയൊക്കെ നടന്നിങ്ങനെ ടയേർഡായി കഴിയുമ്പോൾ കണ്ടത് ഇതിങ്ങനെ കയറി വരും. അപ്പോൾ ഇങ്ങനെ വയറുള്ള പോലെ തോന്നിപ്പിക്കും ഇങ്ങനെ കയറി വരുമ്പോൾ. അതാണ് എനിക്ക് ഇച്ചിരി പ്രശ്നം. പക്ഷേ ഇത് നമുക്കൊരു ഓപ്ഷനായിട്ട് വയ്ക്കാവുന്നതാട്ടോ. നടക്കാനൊക്കെ കംഫർട്ടബിളാണ്, ഫുള്ളി മോഡസ്റ്റാണ്, എനിക്ക് ഇടാൻ പറ്റുന്ന പോലെ. പക്ഷേ ഇത് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ആ ഒരു വൈബ് വന്നില്ല. ഫോട്ടോസിലൊക്കെ കാണാനാണെങ്കിലും ഭംഗി നിൽക്കുന്ന ഞാൻ ഇതിൻ്റെ ഈ മോഡൽ ഇട്ടിരിക്കണ ഡ്രസ്സ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് നന്നാവുമെന്ന്. പക്ഷേ കുഴപ്പമില്ല. നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയട്ടോ. എനിക്കാണെങ്കിൽ ഞാൻ സ്റ്റൈലൊക്കെ ചെയ്ത് വന്നാൽ ഇത്തിരി കൂടെ ഭംഗി ഉണ്ടാവുമായിരിക്കും. നെക്സ്റ്റ് ഡ്രസ്സ് ഇട്ട് നോക്കാം. ഇത് നമുക്കൊരു ഓപ്ഷനായിട്ട് വയ്ക്കാവുന്നതാണ് അല്ലേ. അടുത്ത ഔട്ട്ഫിറ്റ് ഇതേ ഈ കാണുന്ന കേട്ടോ. ഈ ഒരു ബ്ലാക്ക് സ്ട്രൈപ്പ് വരുന്ന ഈ ഒരു ഡ്രസ്സാണ്. ഇത് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് കേട്ടോ. നെക്കിൻ്റെ ഇച്ചിരി ഡീപ്പാണ്, പക്ഷെ അത് അത്ര വലിയ പ്രശ്നമല്ല. എന്നുവെച്ചാൽ നേരത്തെ അത്ര പ്രശ്നമില്ല, കാരണം ഇവിടെ ഇച്ചിരി ടൈറ്റാണ്. ഇവിടെ ലൂസ് ആകുമ്പോൾ ഇങ്ങനെ ഇറങ്ങിപ്പോണം. ഇവിടെ പക്ഷെ അത്ര ലൂസല്ല, അപ്പോൾ അതുകൊണ്ട് ഇവിടെ പ്രശ്നമില്ല. പിന്നെ കൈ ആണെങ്കിലും അത്ര നമുക്ക് വേദനിക്കുന്ന പോലത്തെ ടൈറ്റ് അല്ല കേട്ടോ കൈ. പിന്നെ ഇതിവിടെ ഇങ്ങനെ ഒരു പിടുത്തുണ്ട്. ഇതിങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ലെയർ ഇതിപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആട്ടോ, ഇങ്ങനെ ലെയർ വരുന്ന ഈ ഒരു പാറ്റേൺ. പിന്നെ നല്ല ഇങ്ങനെ ഫ്ലെയറും ഉണ്ട്, നല്ല വിരിവുള്ള ഡ്രസ്സാണ്. പിന്നെ കംഫർട്ടബിളും ആണ് കേട്ടോ. ഇത് എനിക്ക് അത്യാവശ്യം നല്ലതായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സ്ട്രോങ് ഓപ്ഷനായിട്ട് വയ്ക്കാം. പക്ഷേ ഇത് ഫോട്ടോസിലൊക്കെ അത്ര കണ്ട് രസം ഉണ്ടാവുമോ എന്നുള്ളത് ഒരു സംശയമാണ്. പക്ഷേ സാധനം കൊള്ളാം കേട്ടോ, എനിക്ക് പക്ഷേ ഇഷ്ടപ്പെട്ടു. ഇതാകുമ്പോൾ എനിക്കിങ്ങനെ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുണ്ട്. കണ്ടോ, ഭയങ്കര മൂവ് ചെയ്യാനൊക്കെ എളുപ്പമുണ്ട്. നമ്മൾ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇടുമ്പോൾ നമ്മളുടെ മൂവ്മെൻറ്റും സംസാര ശൈലിയും ഒരു മാറിപ്പോലെ. കൊള്ളാം. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഔട്ട്ഫിറ്റ്. ഇതും ഇങ്ങനത്തെ ഒരു ഡ്രസ്സാട്ടോ. ഇത് ഇങ്ങനെ റാണി പിങ്ക് കളറാണ്. റാണി പിങ്ക് കളറിൽ ഇങ്ങനെ വൈറ്റ് ലേസ് പോലത്തെ ഒരു വർക്കാട്ടോ വന്നിരിക്കണത്. ഓഫ് വൈറ്റ് കളറിലുള്ളൊരു ലേസ് പോലത്തെ വർക്കാണ്. പക്ഷേ ഇത് ഇട്ടിട്ടുണ്ടല്ലോ ഇച്ചിരി കൂടി മെലിഞ്ഞവർക്ക് നല്ലതായിരിക്കും തോന്നുന്നു. ഞാനിതിട്ടിട്ട് മൊത്തത്തിലൊരു ഉണ്ടൂസിനെ പോലെ ഉണ്ട് ഇതിട്ടിട്ട്. ഈ ഫ്രില്ലൊക്കെ നല്ല വലിപ്പമുള്ള ഫ്രില്ല് വന്നിട്ടാണ് തോന്നുന്നു. കണ്ടോ, ഇവിടെ ഇങ്ങനെ വലിപ്പമുണ്ട്. പിന്നെ മൊത്തത്തിൽ ഇവിടെ വന്നപ്പോൾ എൻ്റെ ഈ അപ്പർ ബോഡി ലോവർ ബോഡി ഫുള്ള് ഇങ്ങനെ കട്ടായി പോയ പോലെ ഒരു
കണ്ട് ഇവിടെ ഇച്ചിരി ഈ ഒരു വട്ടം വന്നിട്ടാണോ അറിയില്ല, ഒരു വലിപ്പം മൊത്തത്തിലൊരു ഉരുണ്ടിട്ടുള്ള പോലെ ഫീൽ ചെയ്യുള്ളത്. ഇതെനിക്കാണ് ഇച്ചിരി മെലിഞ്ഞിട്ടുള്ള ഒരാളിട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. എനിക്ക് പക്ഷേ ഇട്ടിട്ടിങ്ങനെ ഈ കറക്റ്റ് എനിക്കോണ്ട് ഇങ്ങനെ ഈ വട്ടം വന്നിട്ടാണെന്നുകൊണ്ട് ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ഇവിടെ ഇങ്ങനെ എടുത്തറിയില്ലേ, കണ്ടോ കറക്റ്റ് എൻ്റെ ഈ ഒരു ബസ്റ്റിൻ്റെ ഇവിടെ കോളയാണ് ഇത് വന്നിരിക്കണത്. ഇനി കഴുത്തിൻ്റെ ഇവിടെ ഇത് വന്നിട്ടും എനിക്കത്ര ഇഷ്ടമായില്ല, അത് റിട്ടേൺ അയക്കാം. ഞാൻ ഈ കളറാകുമ്പോൾ ഫോട്ടോസിൽ നല്ല രസമായിട്ടുണ്ടാവുമല്ലോ എന്ന് ഓർത്താണ് ഞാൻ ഈ കളർ എടുത്തേ. ഇതിൻ്റെ ഒറിജിനൽ റേറ്റൊക്കെ ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം കേട്ടോ, സ്ക്രീൻഷോട്ട് കൊടുക്കാം. പിന്നെ ഇവിടെ എവിടെയെങ്കിലും ടാഗും ചെയ്യാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും മേടിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മേടിക്കാമല്ലോ. എനിക്കോണ്ട് മെലിഞ്ഞവർക്ക് നന്നായിട്ടുണ്ടാവും. എനിക്കിത്തിരി ഇങ്ങനെ ഞാൻ മൊത്തത്തിൽ ഒരു ഉണ്ടൂസായി പോയ പോലെ ഉണ്ട് ഇട്ടിട്ട്. എനിക്ക് ഇനി എൻ്റെ തോന്നലാണോന്നറിയില്ല, എനിക്കിത് പക്ഷേ തീരെ എനിക്ക് ചേരാത്ത പോലെ തോന്നുന്നു. അടുത്ത നമ്മുടെ ഔട്ട്ഫിറ്റ് ഇതേ കാണുന്ന ഈ ഒരു ലാവൻഡർ കളറിലുള്ള ഈ ഒരു ഔട്ട്ഫിറ്റാട്ടോ. ഇതൊരു ബനിയൻ മെറ്റീരിയലാണെന്ന് തോന്നുന്നു. പക്ഷെ ഒരു ഇത്രയും ക്ലോസ് വന്നിട്ട് എനിക്കിപ്പോൾ വീഡിയോ ഷൂട്ടൊക്കെ ചെയ്യാനായിട്ട് നല്ല രസമായിട്ട് എനിക്ക് തോന്നി. നല്ല കളർ കേട്ടോ. ഇത് ഞാൻ ലാർജ് സൈസ് എടുത്തിരിക്കണേ. ഇവിടെ എനിക്ക് ഈ അപ്പർ ബോഡി എനിക്ക് ഇഷ്ടമായി. ഈ കൈയിൻ്റെ ഇവിടെ അത്ര വലിയ ശകലം ടൈറ്റ് ഉണ്ട് കേട്ടോ. പക്ഷെ എന്നാലും ഒരു വലിയ ടൈറ്റില്ല. പക്ഷെ ഞാൻ നേരത്തെ കിട്ടത് വെച്ച് നോക്കുമ്പോൾ ഇത്തിരി കൂടി ടൈറ്റ് ഉണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് നെക്കാണെങ്കിൽ ഇവിടുത്തെ ഈ അപ്പർ ബോഡി എനിക്ക് ഇഷ്ടപ്പെട്ട്. ഈ ഡ്രസ്സ് എൻ്റെ കളറുമായിട്ട് ഇത്തിരി രസമായി വരുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കണേ. പക്ഷേ താഴത്തോട്ട് വരുമ്പോഴാണ് പ്രശ്നം. താഴത്തോട്ട് വരുമ്പോൾ ഇവിടെ ഇച്ചിരി ചെറുതാണ്. എൻ്റെ ഇവിടെ വയറൊക്കെ കാണുന്നു. ഇങ്ങനെ ഭയങ്കര അറിയണ്ടോയെന്നറിയില്ല, പക്ഷെ എനിക്കിങ്ങനെ ഒട്ടിയിരിക്കണ പോലെ തോന്നുന്നു. ഈ ഒരു പോർഷൻ എനിക്ക് ഇങ്ങടേക്കുള്ള പോർഷൻ എനിക്ക് അത്ര ഇഷ്ടമായില്ല. പക്ഷേ ഈ കളറ് നല്ല രസമുണ്ട്. പിന്നെ ഈ ഉടുപ്പിടാനായിട്ട് നല്ല കംഫർട്ടബിൾ, ഇങ്ങനെ നല്ല ഒതുങ്ങി നല്ല സ്ലിം ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ എൻ്റെ ഇവിടെ ഇങ്ങനെ എനിക്ക് ഇവിടെ ഇച്ചിരി ടൈറ്റ് ആയിട്ടുള്ള പോലെ, ഈ ഒരു പോർഷൻ ടൈറ്റ് ആയിട്ടുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ മേളിലത്തെ ഭാഗമൊക്കെ എനിക്ക് ഇഷ്ടമായിട്ടോ, കഴുത്തുമൊക്കെ എനിക്കിഷ്ടമായി. പക്ഷെ ഇത് കംഫർട്ടബിൾ അല്ലേ, പിന്നെ നമ്മൾ എടുക്കണതിൽ അർത്ഥമില്ല. ഇവിടെ ഇത്തിരി ലൂസാണ്. പക്ഷേ ടൈറ്റാ, ലൂസല്ലല്ലോ. പക്ഷെ ബാക്കൊക്കെ രസമുണ്ട് കേട്ടോ. കളറും എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. എനിക്ക് ഒരു ശകലം ലൂസുള്ള, പക്ഷെ എന്താ പ്രശ്നം അറിയാം, ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ വലിയ സൈസ് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങാൻ തുടങ്ങും. എൻ്റെ ബോഡി ഷേപ്പ് ഒരു വല്ലാത്തൊരു പൊട്ട ബോഡി ഷേപ്പ് തന്നെ. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഔട്ട്ഫിറ്റ്. അടുത്ത ഔട്ട്ഫിറ്റ് ഈ കാണുന്ന റാണി പിങ്ക് കളറിലുള്ള, റാണി പിങ്ക് അല്ല കേട്ടോ, ഞാൻ നേരത്തെ കാണിച്ച പിങ്കിനെക്കാട്ടിൽ കുറച്ചുകൂടി രസമുള്ള ഒരു പിങ്ക് ആട്ടോ. ഇതൊരു ബേബി ഒരു രസം, എൻ്റെ കളർ എന്താണോ പറയാം, ഒരു രസമുള്ള ഒരു പിങ്കാണ്. ഞാൻ എപ്പോഴും എൻ്റെ തംബ്നെയിലിൽ ഫോണ്ട് കൊടുക്കാറുള്ള കളറിൻ്റെ പിങ്കാട്ടോ, അങ്ങനത്തെ ഒരു കളറാട്ടത്. പിന്നെ ഇത് ഫുൾ മാക്സി ഡ്രസ്സാണ്, കാണാനായിട്ട് നല്ല ക്യൂട്ടുണ്ട്. എനിക്ക് ഈ ഫ്രില്ല് വരണ സാധനം എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. ഇത് നല്ല ക്യൂട്ടാണ്. പക്ഷേ പറഞ്ഞു പക്ഷെ ഇതെനിക്ക് ഇവിടെ ലൂസായി കിടന്നാൽ എനിക്കിതിങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. കാരണം എനിക്ക് ഇങ്ങനെ ഇടുന്നതാണോ ഇതിന് ഈ ഡ്രസ്സ്? പക്ഷേ ഈ ഡ്രസ്സ് എന്ന രീതിയിൽ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. നിങ്ങളിങ്ങനെ വെക്കേഷനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടാൻ പറ്റുന്നതാണ്. എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു സൈസ് ചെറുതെടുത്തിരുന്നെങ്കിൽ എനിക്ക് നല്ലതായിരുന്നേനെ. എനിക്കിവിടെ ഇങ്ങനെ ടൈറ്റ് ആയിരുന്നിരുന്നേനെ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ ഒന്നും എനിക്ക് വെസ്റ്റത്തഴ പ്രശ്നം ഫീൽ ചെയ്തില്ല. മൊത്തത്തിൽ എനിക്കിതൊരു ക്യൂട്ട് ഡ്രസ്സായിട്ടാണ് തോന്നിയേ. പ്രശ്നം എന്താണ് ഈശ്വര, എനിക്കൊരു ഡ്രസ്സ് ചേരാത്ത. ഇനി അധികം ദിവസവും ഇല്ല. ഇനി ഇതിനകത്തുനിന്ന് തന്നെ എന്തെങ്കിലും എനിക്ക് സെലക്ട് ചെയ്തേ പറ്റുള്ളൂ. പണ്ടാരം വേറൊരു ഓപ്ഷനും ഇല്ലെങ്കിൽ ഞാൻ ഇതെടുക്കും. എന്നിട്ട് ഇവിടെ ഞാൻ വല്ലതും മറ്റേ സ്റ്റിക്ക് ചെയ്ത് വെക്കണ സാധനമില്ലേ, ഇവിടെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ച് നല്ല കറക്റ്റായിട്ടിരിക്കും. അല്ലാതെ നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ ഡ്രസ്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഡ്രസ്സ്. നെക്സ്റ്റ് ഔട്ട്ഫിറ്റ് ഇതേ ഈ കാണുന്നതാണ് കേട്ടോ. ഈ ഒരു സീബ്ര സ്ട്രൈപ്സ് വരണ പോലത്തെ കോളർ ഉള്ളതാണ്. ഒരു 1 പീസ് പോലെ നോർമൽ ഷർട്ട് പോലെ ആട്ടോ. കൈയൊക്കെ നല്ല കംഫർട്ടബിളാണ്. പിന്നെ ഇതിനകത്ത് ഇങ്ങനെ ഒരു കെട്ടുന്ന ഒരു സാധനം ഉണ്ട്. ഇത് വേണമെന്ന് എനിക്ക് തോന്നുന്നു പിറകിൽ കെട്ടി വെക്കുക. ഞാൻ അങ്ങനെ ഫ്രണ്ടിൽ കെട്ടി വെച്ച് എങ്ങനെയുണ്ടെന്ന് നോക്കിയതാണ്. ഈ സമയപ്പോഴേക്ക് എനിക്ക് വോയിസ് ഓവർ ചെയ്യാനായിട്ട് മൊത്തത്തിൽ ഞാൻ ഒരു പാനിക് മോഡിലോട്ട് പോയിരുന്നു. ഇതെങ്ങനെ സെറ്റാവുമോ എനിക്കത്ര കണ്ട് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ കുറച്ച് കോട്ട് സെറ്റ്സും ഡ്രസ്സും കൂടിയിട്ട് ഓർഡർ ആക്കിയത് വരാനുണ്ട്. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് ഒന്ന് ട്രൈ ചെയ്തിട്ട് വേണം ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ. ഇതിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ട് ഞാൻ കുറച്ച് പാനിക്കായിട്ടിരിക്കുക. അടുത്ത ഡ്രസ്സ് ഈ കാണുന്നതാണ് കേട്ടോ. ഇത് നല്ല രസമുണ്ടല്ലേ ഡ്രസ്സ്. ഞാൻ നേരത്തെ കാണിച്ച അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് പോലെ ഉണ്ട്. കൈയൊക്കെ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുണ്ട്. പക്ഷെ ഇച്ചിരി വലിയ പ്രിൻ്റാണ് വന്നിരിക്കണേ അല്ലേ. ഒരു ബാലെ പോലെ ഉണ്ടോ? ഞാൻ ഇച്ചിരി വലിയ സൈസായി പോയാൽ ഇതൊക്കെ എനിക്ക് പേടിയാവുന്നു. പക്ഷെ ഞാൻ ഇനി എന്തിടും?
ഇതിനകത്തുനിന്ന് ഏതെങ്കിലും ഇടാൻ വേണം. ഇതെല്ലാം എനിക്ക് അത്ര കണ്ട് എനിക്ക് സൂട്ടബിൾ ആവണില്ല. ഈ ഡ്രസ്സ് എന്ന രീതിക്ക് ഈ ഡ്രസ്സുകളൊക്കെ കൊള്ളാം, പക്ഷെ എനിക്ക് ചേരണില്ല ഡ്രസ്സുകൾ. ഭണ്ഡാരം. ഈ ഡ്രസ്സ് എനിക്കൊരു ഓപ്ഷനായിട്ട് എടുക്കാമെന്നാണ് എനിക്ക് തോന്നണം. ഒന്നുമില്ലെങ്കിൽ ഞാൻ ഇതിടും. പക്ഷെ ഭയങ്കര ബിസി പ്രിൻ്റ് അല്ല, ഭയങ്കര വർക്ക് വരണതുകൊണ്ട് എനിക്ക് ചെറിയ വർക്കുള്ളത് എനിക്കിഷ്ടം. കണ്ട ടെൻഷനാണ് ഞാൻ. എനിക്ക് ടെൻഷൻ ആയിക്കഴിഞ്ഞാൽ എനിക്കപ്പോൾ തലവേദന എടുക്കാൻ തുടങ്ങും. ഇതിനകത്തുനിന്ന് എനിക്ക് ഡ്രസ്സ് കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? വാട്ട് ഡു? ഇനി ഓർഡർ ചെയ്ത് വരാനുള്ള സമയവും ഇല്ല. ലെറ്റ്സ് ഡു സംതിങ് അല്ലേ? ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ കയ്യിലുള്ള ഏതെങ്കിലും എനിക്ക് ഇഷ്ടമുള്ളത് ഇട്ടുകൊണ്ട് പോകും. പക്ഷെ ഇത് കുറച്ചധികം ദിവസമുള്ള ട്രിപ്പുമാണ്. അവിടെയൊക്കെ വില കൂടുതലാണോ ഡ്രസ്സിന് വില കുറവാണോ എന്നും അറിയില്ല. ഞാൻ പോണ ലൊക്കേഷൻ ഏതാണെന്നുള്ളത് ഗസ് ചെയ്യണം കേട്ടോ. ഇനിയുള്ള ഡ്രസ്സ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ഇനിയും കുറച്ച് ഡ്രസ്സുകളുണ്ട്. അതിനകത്തൊന്നും ഏതെങ്കിലും എനിക്ക് സെറ്റ് ആവണേ ഈശ്വരാ. എനിക്ക് സെറ്റായില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് ഓർക്കുമ്പോൾ എനിക്ക് ടെൻഷൻ വരണം. ഓക്കെ, ബൈ.